മെഡിക്കൽ കോളേജുകളിൽ സംഘടനകൾ നടത്തുന്ന പൊതിച്ചോറ് വിതരണം തടയണമെന്ന ജി സുധാകരന്റെ പ്രസ്താവനയെ ചൊല്ലി വിവാദം കനക്കുന്നു. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടുകളിൽ രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് സംഘടനകളോ ഭക്ഷണം വിതരണം ചെയ്യേണ്ടതില്ലെന്നായിരുന്നു ജി സുധാകരന്റെ പ്രസ്താവന. ചോറും കഞ്ഞിയും കൊടുത്തിട്ട് കൊടികുത്തുന്നുവെന്നും സുധാകരന്റെ വിമർശനം. രോഗികൾക്ക് ഭക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും സംഘടനകൾ കൊടികെട്ടി ഷെഡ് വെച്ച് ഭക്ഷണം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജി സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് ഉയരുന്നത്. ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്നതിൽ നിന്ന് സംഘടനകളെ വിലക്കേണ്ടതുണ്ടോ? കാണാം RD Extra. രോഗികൾക്ക് ഭക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും സംഘടനകൾ കൊടികെട്ടി ഷെഡ് വെച്ച് ഭക്ഷണം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം ജി സുധാകരൻ MLA പറഞ്ഞത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ ഇത്തരത്തിലൊരു സംഘടനകളും ഭക്ഷണ വിതരണം നടത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നുവെന്നും എന്നാൽ ആ തീരുമാനം പാലിക്കപ്പെട്ടില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. ഒരു പാർട്ടിയെയും അവിടെ കയറ്റിക്കൂടാ. പാർട്ടിയിൽപ്പെട്ട മനുഷ്യർക്ക് വരാം, അവിടെ പാർട്ടികൾ വരരുത്. സർക്കാർ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ അനുവദിക്കാൻ കഴിയില്ല. സമാന്തര സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവരുത്. ആശുപത്രികളിൽ ഒരു സംഘടനയും ഭക്ഷണം വിതരണം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജി സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇടത് സൈബർ ഹാൻഡിലുകൾ ഉയർത്തുന്നത്. DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതിക്കെതിരെയാണ് സുധാകരന്റെ പ്രസ്താവന എന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാനുള്ള മഹത്തരമായ പദ്ധതിയെന്ന ജി സുധാകരന്റെ പഴയ പോസ്റ്റിനടിയിലും ഇടതനുകൂലികൾ രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. RD Extra, ന്യൂസ് മലയാളം. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഭക്ഷണം വിതരണം ചെയ്യുന്നതിനെതിരെ ജി സുധാകരൻ നടത്തിയ പ്രസ്താവന നമുക്ക് കേട്ടുവരാം. അന്നദാനം കൊടുക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് ജോലിയാണ്. ഞങ്ങൾ ചോറ് കൊടുക്കുക, ഞങ്ങൾ കഞ്ഞി കൊടുക്കുക, എന്നിട്ട് അവിടെ കൊടിയും കുത്തുക. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റിക്കൂട. പാർട്ടിയിൽപ്പെട്ട മനുഷ്യന് വരാം, അവിടെ പാർട്ടി കളിക്കാൻ വരരുത്. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണവും കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. ആലപ്പുഴ നീർക്കുന്നം സ്കൂളിലെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ MLAയും CPM പ്രവർത്തകരും തമ്മിൽ ഇന്ന് വാക്കുതർക്കവും ഉണ്ടായിരുന്നു. ജി സുധാകരൻ സ്കൂളിൽ കുത്തിയിരിപ്പ് സമരവും നടത്തി. അതുകൂടി കാണാം. കുഞ്ഞാലിക്കുട്ടി ഭൂരിപക്ഷത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്ര വോട്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ 1,80,000 കുഞ്ഞാലിക്കുട്ടി ജയിച്ചു. ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് നേരിട്ട് വന്നത് അതാണ് കേട്ടോ. അതാണ് പ്രശ്നം. അവിടുത്തെ പ്രശ്നം ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ തോറ്റുപോയെന്ന്. എല്ലാ തവണയും ജയിച്ചല്ലേ MLA മന്ത്രിയായിരുന്നു. സനീഷ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ പരിസരത്താണ് ഇത്തരത്തിൽ ഈ പൊതിച്ചോറ് വിതരണം ഉണ്ടാവാറ്. അപ്പോൾ അത് വേണ്ടതില്ല എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് മുമ്പ് പലയാവർത്തി ഉയർന്നു വന്നിട്ടുള്ളതാണ്. ചില സംഘടനകൾക്ക് മാത്രമാണ് തുടർച്ചയായത് ചെയ്യാൻ പറ്റാറുള്ളത്, പ്രത്യേകിച്ച് DYFIക്ക്. ഇതൊരു വസ്തുതയാണ്. DYFIയുടെ പേരാണ് പലപ്പോഴും ഈ പറയുന്ന എപ്പോഴും ഉയർന്നു കേൾക്കാറ്. ഈ വിഷയത്തിൽ സുധാകരൻ ഉന്നമിടുന്നത് DYFI തന്നെയാണോ? നിശ്ചയമായിട്ടും ജി സുധാകരൻ വലിയ ഫാഷനായിപ്പോയി. ഇപ്പോൾ ഭയങ്കര പരിഷ്കാരിയായിപ്പോയി. അതായത് ഈ CPM എന്ന് മാറിയിട്ട് UDFൽ കയറി മത്സരിച്ച് ജയിച്ചു, 28,000 വോട്ടിന് ജയിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഒരു സംഘർഷ സാഹചര്യത്തിൽ അദ്ദേഹം പറയുകയാണല്ലോ. അപ്പോൾ അത് അദ്ദേഹത്തിന് വലിയ അഭിമാനമാണ്. 28,000 വോട്ടിന് ജയിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം എതിർത്ത ഇടതുപക്ഷം ആകപ്പാടെ തറപറ്റി. അപ്പോൾ ഭയങ്കര ഫാഷനും പരിഷ്കാരവും ആയിപ്പോയതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ പറയുകയാണ്. മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കുന്ന എന്തോ അദ്ദേഹത്തിന് ഇപ്പോൾ പഴയ മട്ടിൽ അങ്ങോട്ട് കണ്ണു പിടിക്കുന്നില്ല. പഴയ മട്ടിൽ വെച്ചാൽ 2020 ഇദ്ദേഹത്തിൻ്റെ തന്നെ പോസ്റ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പിന് മുമ്പ് 2020 അദ്ദേഹം ഉള്ളപ്പോൾ DYFIയുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ DYFI കൊടുക്കുന്ന ഭക്ഷണ പൊതികളെ പ്രസംഗിച്ച് ഉദ്ഘാടനം ചെയ്ത് പോസ്റ്റ് ഇട്ട ആളാണ്. 2020 മനുഷ്യരുടെ വിശപ്പൊക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്ന, ഇതൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സുധാകരൻ 2020 ഒരു പരിഷ്കാരിയായി 28,000 വോട്ടിനൊക്കെ ഞാൻ ഇവരെ ആകെ തറവറ്റിച്ചേ എന്ന മട്ടിൽ നെഞ്ചും പിരിച്ച് നടക്കുമ്പോൾ ഇതത്ര പോരാ എന്നൊക്കെ തോന്നുകയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം കളിക്കാം. രാഷ്ട്രീയം അദ്ദേഹത്തിന് ഇവരെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതിന് ശേഷവും ഇവരോടുള്ള കലിപ്പ് തീരുന്നില്ലെങ്കിൽ അത് അദ്ദേഹം ഏത് വിധത്തിൽ, ഇപ്പോൾ നിയമസഭയിലൊക്കെ അദ്ദേഹം ഇടയ്ക്ക് വന്നിട്ട് പിണറായി വിജയനപ്പൻ തന്നെ പരിഹസിക്കും. എന്നിട്ട് പിറ്റേന്ന് പറയും, അതിൻ്റെ അബദ്ധം മനസ്സിലായി പിറ്റേന്ന് പറയും, അയ്യോ പിണറായി വിജയനോട് എനിക്ക് പ്രശ്നമില്ല, ഗോവിന്ദൻ മാഷ് വർഗ്ഗവഞ്ചകനാണെന്ന് പറയും.
അവിടെ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന ആളുകൾ ഇന്നിപ്പോൾ ഞാൻ കണ്ടു PK ബഷീർ ഇവിടെ വന്നിട്ട് വയനാട്ടിൽ പ്രതിപക്ഷ നേതാവിനെ കണ്ടപ്പോൾ ഒരു വ്യക്തിപരമായിട്ട് മനുഷ്യർ ഇപ്പോൾ VD സതീശൻ പോലും വ്യക്തിപരമായിട്ട് മനുഷ്യരോട് നന്നായിട്ടാണ് പെരുമാറുക. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോരാട്ടമാണ്, കഠിനമായ പോരാട്ടമാണ്, അതിശക്തമായുള്ള പോരാട്ടമാണ്. രാഷ്ട്രീയമായിട്ട് ഇതിനെ ഇവർ ഭയങ്കര കുഴപ്പക്കാരാണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാപിക്കും. അത് കഴിഞ്ഞാൽ ഇനി തെരഞ്ഞെടുപ്പില്ല കുറച്ച് കാലത്തേക്ക്. അവിടെ MLA പണിയെടുക്കുക, അവിടെ ഭക്ഷണം കിട്ടുന്നതിനെ എതിർക്കുക എന്നുള്ളതാണ്. ആത്യന്തികമായിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്? മനുഷ്യരുടെ വയറ്റത്തടിക്കുകയാണ്, അല്ലേ? മനുഷ്യരുടെ വയറ്റത്തടിക്കുകയാണ് എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ ഈ ഭക്ഷണം തരുന്ന ആൾ ആ കൊടി നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇതാരാ DYFI ആണോ തരുന്നതെന്ന് നോക്കിയിട്ടോ അല്ല അവർ ഭക്ഷണം വാങ്ങി കഴിക്കുന്നത്. നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ഈ DYFIയും മറ്റ് സംഘടനകളൊക്കെ DYFI ആണ് ഇത് ഒരു വലിയ സംഭവമായിട്ട് കൊടുക്കുകയും മറ്റും ചെയ്യുന്നത്. അവർക്ക് അതിൻ്റെ പുണ്യം ഉണ്ടാവും. ഇത് നിങ്ങൾ വീട്ടിലെ സാധാരണ മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് അതിൻ്റെ പുണ്യം ഉണ്ടാകും. ഭക്ഷണം കൊടുക്കുക വിശക്കുന്ന ആളുകൾക്ക് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പുണ്യത്തിനൊന്നും വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് അവരത് പറയില്ലായിരിക്കും. പക്ഷേ ഭക്ഷണം വിശക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുക, ദുരിതത്തിലായിരിക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുക എന്നതിനേക്കാൾ വലിയ പുണ്യസംഗതി ഇല്ല ലോകത്ത് എവിടെയാണെങ്കിലും. അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഗുണമുണ്ടാവും. അത് സേവാഭാരതി ചെയ്താലും ഗുണമുണ്ടാവും, യൂത്ത് കോൺഗ്രസ് ചെയ്താലും ഗുണമുണ്ടാവും, ആര് ചെയ്താലും ഉണ്ടാവും, ജി സുധാകരൻ ചെയ്താലും ഗുണമുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ എനിക്ക് അദ്ദേഹം ഒരിക്കലും കൊടുത്തിട്ടാന്ന് എനിക്ക് തോന്നുന്നു. മീൻസ് ഈ DYFIയുടെ പരിപാടിക്കൊന്നും അദ്ദേഹം DYFIയെ പ്രശംസിച്ച കാലത്ത് അദ്ദേഹം കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ പുണ്യം കിട്ടും. എനിക്കറിയില്ല അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്ന്. ഇപ്പോൾ ഇദ്ദേഹം പരിഹസിക്കുന്ന കാണുമ്പോൾ ഇത് ഒട്ടും ശരിയല്ലാത്തൊരു കാര്യമായിട്ടാണല്ലോ അദ്ദേഹം പറയുന്നത്. ഇതിപ്പോൾ ആരാണ് ഹർഷ അവിടെ മെഡിക്കൽ കോളേജുകളിൽ ചെന്നിട്ട് ഭക്ഷണം വാങ്ങുന്ന ആളുകൾ? അവർ ആ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുന്ന മനുഷ്യരാണ്, അവരുടെ ബന്ധുക്കളാണ്, കൂട്ടിരിപ്പുകാരാണ്. അവർക്ക് അവിടെ ചിലവാക്കാനുള്ള പണം തന്നെയേ ഉള്ളൂ. ഈ DYFIയും മറ്റ് സംഘടനകളും മുഖ്യമായിട്ടും 99-95% DYFI കൊടുക്കുന്നത്. അവർ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി മെഡിക്കൽ കോളേജുകളൊന്നും ഉണ്ടായിരുന്നില്ല. കഞ്ഞിയും ചോറും വാങ്ങാൻ അവിടെയുള്ള കടകളിൽ പോയിട്ട് വാങ്ങണം. ആ പണം കൊടുക്കുക. നമ്മളെല്ലാം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള ആളുകളാണ്. നമ്മൾ എത്രയോ മനുഷ്യർ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ആളുകൾ മാത്രമല്ല, പല ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ്. പലതരം ദുരിതങ്ങളിൽ ഇനിയൊരു പൈസ ചിലവാക്കാനില്ലാത്ത വിധം വരുന്ന ആളുകളാണ്. ആ മനുഷ്യരാണ്, അത്തരം മനുഷ്യരാണ്. ഇപ്പോൾ നമ്മൾ നോക്കും, ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ UDF. അതിനകത്തേക്ക് ആ ബസ്സിലെല്ലാം നല്ല തിരക്കല്ല. എന്തുകൊണ്ടാണ്? ചെറിയ പൈസയാണ് താരതമ്യേന നോക്കുകയാണെങ്കിൽ. ഒരുപക്ഷെ ജി സുധാകരനൊക്കെ വളരെ ചെറിയ പ്രായം തൊട്ട് ഈ സർക്കാർ സംവിധാനങ്ങളുടെ സൗകര്യമൊക്കെ അനുഭവിച്ച് വന്നതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ള അതിന് വലുപ്പമുള്ള തുകയാണ്. പക്ഷേ ആ ബസ്സിന് പൈസ കൊടുക്കാൻ അത് നമുക്ക് ലാഭിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഈ മനുഷ്യർ ഈ ബസ്സിൽ കയറി വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരാണ് ജീവിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അവർ ആശുപത്രിയിൽ ദുരിതം അനുഭവിക്കുമ്പോൾ ഈ പൊതിച്ചോറ് വാങ്ങിച്ചു പോവുക. ഈ പൊതിച്ചോറ് ആരുണ്ടാക്കി കൊടുക്കുന്ന ഹർഷ? അതും ഇവരെ പോലുള്ള മനുഷ്യരാണ്. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവർ തന്നെയാണ് ഈ വേദന മനസ്സിലാക്കിയിട്ട് അവർ 5 പേരുള്ള വീട്ടിൽ നിന്ന് 6ാമതൊരു ഒരാൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പൊതിഞ്ഞിട്ട് കൊണ്ടുവെക്കുകയാണ്. അവിടെ ബൈക്കിലോ സൈക്കിളിലോ അല്ലെ വാഹനങ്ങളിലോ വന്നിട്ട് ഈ DYFIക്കാർ എടുത്തുകൊണ്ടുപോയിട്ട് ഒരു പ്രത്യേക കളക്ഷൻ സ്ഥലത്ത് വെക്കുകയാണ്. അവിടെ നിന്ന് വാഹനത്തിലെടുത്തിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ അവരുടെ കൊടിയും കുത്തിയിട്ട്, അവർക്ക് ആ കൊടി കുത്താൻ അവകാശമില്ലേ, അവിടെ അവരുടെ കൊടിയും കുത്തിയിട്ട് ഈ ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. ഭക്ഷണം അവിടെ വേസ്റ്റായി പോകുന്നുണ്ടോ? അവരുടെ ഭക്ഷണത്തിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് കൊടുക്കുന്നതെന്നുണ്ട് ചുവപ്പ് ചോറാണോ കൊടുക്കുന്നത്? അല്ലല്ലോ. എല്ലാ മനുഷ്യർക്കും എവിടുന്നോ കിട്ടിയിട്ട് വന്ന് കൊണ്ടുപോയി കഴിക്കാനുള്ള ആവശ്യമുള്ള ഭക്ഷണം മനുഷ്യരുടെ ഭാഗത്ത് നിന്ന്. ഈ കൊടുക്കുന്ന മനുഷ്യരെല്ലാം CPMകാർ പോലുമല്ല, അവരൊരു പ്രദേശത്തുള്ള ആളുകൾ കളക്ട് ചെയ്യണം. അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, BJP, ഇതൊക്കെ എല്ലാവർക്കും മുന്നിൽ വ്യക്തമായതാണ്. ഈ സമീപകാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടന ഈ സമീപ വർഷങ്ങളിൽ ഏറ്റവും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുൻപന്തിയിലാണ് ഈ ഭക്ഷണ വിതരണത്തിൻ്റെ ഒരു സ്ഥാനം. അതിനെയാണ് ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എക്സ്ട്രാ അഹങ്കാരവും കൂടെ വെച്ചിട്ട് ഈ പറയുന്നതെന്ന് ഞാൻ പറയും. അദ്ദേഹത്തിന് ഇപ്പോൾ 22 ഇപ്പോൾ ഒരു CPMകാരൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹം പറയാണ്, ഞാൻ 28,000 വോട്ട് ജയിച്ചാണ്. അദ്ദേഹം അപ്പം തന്നെ പറയണം 1,37,000 വോട്ട് ജയിച്ച കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടി പറയില്ലല്ലോ ഇത്. PK കുഞ്ഞാലിക്കുട്ടി ഇദ്ദേഹത്തിൻ്റെ ഇരട്ടിയിലേറെ വോട്ട് വാങ്ങിയ, ഇദ്ദേഹം വരുന്നതിന് മുമ്പ് UDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. PK കുഞ്ഞാലിക്കുട്ടിയോട് മൈക്ക് വെച്ച് ചോദിക്കൂ, നിങ്ങൾ ആശുപത്രികളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് തെറ്റാണോ, നിർത്തണോ എന്ന് ചോദിക്കൂ. എനിക്കറിയാവുന്ന PK കുഞ്ഞാലിക്കുട്ടി പറയില്ല. കേരളത്തിലറിയാവുന്ന PK കുഞ്ഞാലിക്കുട്ടി ഭക്ഷണം കൊടുക്കുന്നത് നിർത്തണം എന്ന് പറയില്ല. ഇദ്ദേഹം പറയും. ഇദ്ദേഹം പിന്നെ പറയുകയാണ് UDF വിജയം കൊണ്ട് അദ്ദേഹത്തിന് അങ്ങ് അഹങ്കാരം വന്നിരിക്കുകയാണ് എന്നല്ലേ സാധാരണ മനുഷ്യർക്ക് തോന്നുക. വിജയത്തിൽ ഇത്രമാത്രം അഹങ്കരിക്കേണ്ട വർഷം ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ വിജയിപ്പിക്കും എന്ന് ജനം മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു. അതിനവർക്ക് കാരണങ്ങളുണ്ട്. CPMനോട് ഇടതുപക്ഷത്തോടുള്ള വിദ്വേഷമുണ്ട്, തന്നെ കൂട്ടിക്കോ. UDFന് വമ്പൻ വിജയം കൊടുക്കും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തൊരു ജനസഞ്ചയത്തെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് റിസൾട്ടേഷൻ കണ്ടതല്ലേ. അതുകൊണ്ടല്ലേ 120 സീറ്റ് ഇവരുടേതായിട്ട് LDFിൻ്റെതായിട്ട് കണക്കാക്കിയിരുന്ന, ഏത് രാഷ്ട്രീയ നിരീക്ഷകരും കണക്കാക്കിയിരുന്ന മണ്ഡലങ്ങളിലടക്കം, പയ്യന്നൂരും തളിപ്പറമ്പിലും അടക്കം CPMകാരടക്കം അപ്പുറത്തേക്ക് വോട്ട് ചെയ്തു. അപ്പോൾ UDFന് അനുകൂലമായിട്ടുള്ള വമ്പൻ തരംഗമുണ്ടായി. 10-75 കൊല്ലക്കാലത്തെ രാഷ്ട്രീയ കുശാഗ്ര ബുദ്ധി കൊണ്ട് ഇത് അപ്പുറത്തേക്ക് മറിയാണെന്ന് മനസ്സിലായ ഇദ്ദേഹം അപ്പുറത്ത് പോയി നിന്നു. അതിൻ്റെ അരുവറ്റി നിന്നതുകൊണ്ട് കിട്ടിയ ഈ 21,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ വിജയം പറഞ്ഞിട്ട് സാധാരണ മനുഷ്യരുടെ വയറ്റത്തടിക്കാനാണ് ജി സുധാകരൻ നോക്കുന്നതെന്ന് വിചാരിക്കില്ലേ നാട്ടുകാർ?
ഞാൻ പറയുന്നൊന്നും കൂട്ടണ്ട, നാട്ടുകാർ വിചാരിക്കില്ലേ? അപ്പോൾ അദ്ദേഹം ഞാൻ എന്തോ വലിയ മുതിർന്ന നേതാവാണ്, അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളോട് അദ്ദേഹത്തോട് നാട്ടുകാർ പറയും, നിങ്ങൾ CPM-കാരോടുള്ള ദേഷ്യം നിങ്ങൾ CPM-കാരോട് തീർത്തോ, മനുഷ്യരുടെ വയറ്റത്തടിച്ച് തീർക്കരുത്. മെഡിക്കൽ കോളേജിന് മുന്നിൽ ഭക്ഷണപൊതി വിതരണം ചെയ്യണം, അത് ആവശ്യമുള്ള മനുഷ്യരുള്ള കാലത്തോളം. അത് DYFI മാത്രമല്ല, നാളെ പറ്റുമെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരും ചെയ്യട്ടെ, സർക്കാരും ചെയ്യട്ടെ. എന്നിട്ട് ഭക്ഷണം ഇനി ആവശ്യമില്ല എന്നൊരു സംഗതി വരികയാണെങ്കിൽ DYFIക്കാർ വീട്ടിലേക്ക് പോട്ടെ, യൂത്ത് കോൺഗ്രസ്സുകാർ വീട്ടിലേക്ക് പോട്ടെ. അല്ലാതെ അവിടെ ഭക്ഷണം ആവശ്യമുള്ള മനുഷ്യരുണ്ടായിരിക്കെ സുധാകരനല്ല, അദ്ദേഹത്തെക്കാൾ വലിയ മഹാരഥന്മാരായുള്ള നേതാക്കൾ എന്ന് പറഞ്ഞാലും കേരളം അതിനൊപ്പം നിൽക്കും. പ്രിയപ്പെട്ട സുധാകര, മനുഷ്യരുടെ വയറ്റത്തടിക്കരുതെന്ന് പറഞ്ഞ് കേരളം ആ ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുന്നതിനൊപ്പം തന്നെയാണ് നിൽക്കുക. ഇദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നാളെയും ആ മനുഷ്യർ ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കും. അതിൽ CPM-കാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒക്കെ ആയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ പോലും CPM-ന് അല്ലാതെ വോട്ട് ചെയ്ത, BJP-ക്കും കോൺഗ്രസിനും വോട്ട് ചെയ്ത മനുഷ്യരുടെ വീടുകളിൽ നിന്നും ഭക്ഷണപ്പൊതി വരും. അവരുടെ വീടുകളിലേക്ക് ഉണ്ടാക്കുന്ന ആളുകൾക്കൊപ്പം ഒരു ഭക്ഷണപ്പൊതി കൂടെ ഉണ്ടാക്കിയിട്ട് അവർ കൊടുക്കും. കാരണം ഇന്ന് മെഡിക്കൽ കോളേജിൽ ആ ഭക്ഷണം വാങ്ങുന്നയാൾ നാളെ ഉണ്ടാക്കുകയും ഇന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഞാൻ നാളെ ആ ആശുപത്രിയിലെ ഭക്ഷണം വാങ്ങാൻ നിൽക്കുകയും ചെയ്യും എന്ന് നമുക്കറിയാം. ഞങ്ങളുടെ നാട്ടിൽ പഴയ കുറിപ്പയറ്റ് എന്നൊരു പരിപാടിയുണ്ട്, ഭക്ഷണം അറിയാമല്ലോ. ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോടും തലശ്ശേരി കുറിപ്പയറ്റുണ്ട്. അതായത് ഇന്ന് ഞാൻ പയറ്റുന്നു, അതിൻ്റെ പണം വാങ്ങിയിട്ട് അയാളുടെ കാര്യങ്ങൾ നിവർത്തിക്കുന്നു, നാളെ അയാൾ പയറ്റും. ഇതൊരു പരസ്പര സഹകരണ സംഘമാണ്, പരസ്പര സഹകരണം ഉള്ളൊരു ജീവിതമാണ്. അതാണ് കേരളം. കേരളത്തിൻ്റെ ഒരു ഇമേജാണ് ഭക്ഷണപ്പൊതി, അല്ലാതെ DYFIയുടെ ഇമേജ് അല്ല. കേരളത്തിൻ്റെ ആ ഇമേജിനെ DYFI ശരിയായ വിധത്തിൽ അങ്ങ് നടപ്പാക്കാൻ തീരുമാനിച്ചു, അതിനവർക്ക് സ്തുതി. പക്ഷേ അത് മുട്ടിക്കാൻ നടക്കുന്ന രാഷ്ട്രീയക്കാർ 22,000 അല്ല 2,80,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചാലും അവരെ ആളുകൾ ചോദ്യം ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ള ഹർഷ. അങ്ങനെയല്ലേ? ഇന്നിപ്പോൾ സുധാകരൻ പറഞ്ഞത് കേൾക്കുമ്പോൾ അതിൽ അസൂയയുണ്ട്, മനുഷ്യത്വമില്ലായ്മയുണ്ട്, വർഗബോധമില്ലായ്മയുണ്ട്, അഹങ്കാരമുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് അങ്ങനെ ഒരു നിലപാട് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം ഇതിനെക്കുറിച്ച് നല്ല ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ പ്രസംഗങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. ഈ പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. 2020 അദ്ദേഹം പറഞ്ഞതൊക്കെ ഇതിനെക്കുറിച്ച്. ആ വാക്കുകൾ തന്നെ അദ്ദേഹം എത്ര വ്യാജമായിട്ടാണ് പറഞ്ഞതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഈ നല്ല കാര്യങ്ങളുമൊക്കെ അദ്ദേഹം എത്ര വ്യാജമായിട്ടാണ് പറഞ്ഞത്. അവിടെ പോയി നിന്ന് ഏറ്റവും അസ്വസ്ഥനായി ആണ് അദ്ദേഹം ആ ഒരു ചടങ്ങ് നിർവഹിച്ചിട്ടുള്ളത് പോലും എന്ന് വേണമല്ലോ ഇപ്പോൾ കരുതാനായിട്ട്. കാരണം അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത ഇല്ലാതെയാണ് ആ പണിയെടുത്തത് അദ്ദേഹം. അത് ഇന്നിപ്പോൾ ആ ചിന്ത അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ടാണ് മറ്റൊരു സംഭവത്തിൽ ഇന്നിപ്പോൾ അവിടുത്തെ ഒരു സ്കൂളിൻ്റെ ഒരു തകരാറായി നിന്ന ഒരു കെട്ടിടം ഈ വിദ്യാർത്ഥികളുടെയൊക്കെ സുരക്ഷയൊക്കെ കരുതി അത് പൊളിച്ചു മാറ്റാൻ ഒരു JCB അവിടെ വന്നു. അപ്പോൾ അത് മണൽ എടുക്കാൻ വേണ്ടിയിട്ട് JCB കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഇദ്ദേഹത്തെ അറിയിക്കുകയും ഇദ്ദേഹം ആ സംശയത്തിൽ അവിടെ പോയി കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ തർക്കത്തിൽ അവിടുത്തെ PTA പ്രസിഡൻ്റാണോ പഞ്ചായത്ത് മെമ്പറാണോ ഒരാൾ പറയുന്നുണ്ട്, സാറേ എന്ന് വിളിപ്പിച്ചിട്ടില്ലേ, സാറേ എന്ന് ഞങ്ങൾ വിളിച്ചതല്ല, ഞങ്ങളെ വിളിപ്പിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ചിന്ത എനിക്കൊന്നുകൂടി ഉറക്കുകയാണ്. കാരണം അന്ന് 2020 ആ ഒരു മനോഭാവത്തോട് തന്നെയായിരിക്കുമല്ലോ, ആ വർഗബോധമില്ലായ്മയോടെ ആയിരിക്കുമല്ലോ ഈ പ്രവൃത്തിയിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ടാവുക എന്ന് എനിക്കിപ്പോൾ തോന്നുക. കാരണം അവിടെ ഇത് വിതരണം ചെയ്യുന്നത് അവിടെ എന്നല്ല, കേരളത്തിലും ഇത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, ഇത് പല മെഡിക്കൽ കോളേജുകളിലും പലരുമാണ് ചെയ്യുന്നത്. ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ ആശ്രയ കേന്ദ്രമാണ്. അവിടെ ചെന്ന് ഒരു ദിവസം നമ്മൾ ചെലവഴിച്ചാൽ തന്നെ, നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു ദിവസം അവിടെ പോയി ഒരു ദിവസം ചെലവഴിച്ചാൽ നമ്മളുടെ മൊത്തം മനോഭാവത്തിൽ തന്നെ, സമൂഹത്തോടുള്ള മനോഭാവത്തിൽ തന്നെ മാറ്റം വരും. അത് ഒരു മനുഷ്യത്വമുള്ള ആളാണെങ്കിൽ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ തരത്തിൽ വിതരണം നടക്കുന്നത്. CH സെൻറ്റർ ഇത് ചെയ്യുന്നുണ്ട്, സേവാഭാരതി ചില സ്ഥലങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും വ്യാപകമായി DYFI ആണ് അത് ചെയ്യുന്നത്. ഇതാണ് യാഥാർത്ഥ്യം, ഇത് വാസ്തവമാണ്. ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സുധാകരൻ്റെ മാത്രം പ്രശ്നമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് KC വേണുഗോപാൽ അടക്കമുള്ള MP KC വേണുഗോപാൽ അടക്കമുള്ളവർ അദ്ദേഹം പ്രസംഗിച്ചു. എനിക്ക് അത്ഭുതം ഉണ്ടാക്കി. അദ്ദേഹം പ്രസംഗിച്ചതിൽ KC വേണുഗോപാലും കളക്ടറൊക്കെ ചേർന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ KCയുടെ പേര് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അതെ, വണ്ടാനം മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഇപ്പോൾ കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം ഇത് നമ്മൾ സുധാകരനെ മാത്രം പഴിക്കേണ്ടതില്ല, അതിൽ KC വേണുഗോപാൽ അടക്കം. സുധാകരൻ പിന്നെ അത് പറഞ്ഞു എന്നുള്ളതാണ്. KC വേണുഗോപാൽ അടക്കമുള്ളവർ ചെന്നിരുന്ന് ആലോചിച്ചിട്ടാണ് അവിടെ അങ്ങനെ ഒരു പരിപാടി വേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് പറ്റില്ല എന്നാൽ പിന്നെ ഒരുത്തനും കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആലോചന നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അതിൽ പ്രതിഷേധിച്ച് സേവാഭാരതി അവിടെ കഞ്ഞിവെപ്പ് നടത്തുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച് അപ്പോൾ
എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുക, അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റുക? ഈ അതായത് ഇത്തരം പരിഹാസങ്ങളൊക്കെ ആരാണ് നടത്തുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇതിനെക്കുറിച്ച് വല്ലാതെ പരിഹസിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് ആരാണ്? ഒരു ഉപരിവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വാഭാവികമായി ഒരു മെഡിക്കൽ കോളേജൊന്നും പോകണ്ടാത്ത, ഇങ്ങനെ ഇതൊന്നും മേടിക്കേണ്ടാത്ത ഒരു വിഭാഗം ആളുകളുണ്ടാവും. ഇതെന്തോ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയാണ്. അവർ ഇതിനെ വല്ലാതെ പരിഹസിക്കും. ഇങ്ങനെ ഭക്ഷണം വാങ്ങുന്ന എല്ലാ തരക്കാരും പോയി മേടിക്കുന്നുണ്ട്. വിശന്നാൽ ഭക്ഷണം കഴിക്കാം. ഇത് വളരെ പിന്നെ ആ ഭക്ഷണത്തോടുള്ള ആദരവോടെ തന്നെ ഈ കാര്യം ചെയ്യുന്ന ആളുകളാണ് വലിയ ഒരു വിഭാഗം ആളുകൾ, ഇത് മേടിച്ച് കഴിക്കുന്ന ആളുകൾ. അവരിൽ ഏറ്റക്കുറച്ചിലൊന്നുമില്ല. പക്ഷേ ഇതിനെ പരിഹസിക്കുന്ന ഒരു പ്രത്യേക മനോഭാവമുള്ള ഒരു കൂട്ടരുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഡിവൈഎഫ്ഐയുടെ ഭക്ഷണ വിതരണത്തെക്കുറിച്ച് ഏറ്റവും വഷളത്തരം പറഞ്ഞ ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. വഷളത്തരം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. അത് മൊത്തം സ്വഭാവ രൂപീകരണത്തിൽ അത് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ആ പ്രശ്നമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലാവാൻ വേണ്ടിയിട്ട് ജി സുധാകരൻ ശ്രമിക്കരുത്. ജി സുധാകരൻ അങ്ങനെയല്ല അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ആ പ്രശ്നമുണ്ട്. അത് ജി സുധാകരന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു തീരുമാനത്തിൽ, കാരണം അതൊരു പ്രസംഗത്തിൽ ഒതുക്കുകയല്ല ചെയ്തത്, അതവിടെ തീരുമാനമാക്കാനും വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടപ്പാക്കാനും ശ്രമിച്ചു എന്നുള്ളതിലാണ് അതിൻ്റെ ഗൗരവം കൂടുതലുള്ളത്. അത് മെനക്കെട്ട് അതിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇവന്മാർ ഭക്ഷണം കൊടുത്തിട്ട് കൊടി, ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഭക്ഷണം പൊതിഞ്ഞു കൊടുത്തവരും ഭക്ഷണം വാങ്ങി കഴിച്ചവരും എല്ലാവരും LDFന് വോട്ട് ചെയ്തു എന്നാണോ കരുതേണ്ടത്? ഒരിക്കലും അല്ലല്ലോ. ഈ പ്രവൃത്തിയെ ഒരു സൽപ്രവർത്തിയായി കണ്ട് അതിൽ എല്ലാവരും പങ്കുചേരുന്നു. അതുകൊണ്ട് വോട്ട് കൊടുക്കണം എന്നില്ല. അതുമാത്രമല്ല, പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നാൽ നാളെ മുതൽ ഭക്ഷണം നിർത്തിയേക്കാന്ന് അവർ വിചാരിച്ചോ? അതുമില്ലല്ലോ. അതില്ല. അവരത് വിതരണം നിർത്തി അവസാനിപ്പിച്ചിട്ടില്ല. അതിപ്പോൾ ഈ കാര്യത്തിൽ മാത്രം, ഇപ്പോൾ പ്രളയം ഉണ്ടായപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ 20 കോടി രൂപയാണ് ഡിവൈഎഫ്ഐ കണ്ടെത്തി കൊടുത്തത്. അന്ന് അപ്പുറത്ത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ച് പറയുന്നത് ഡിവൈഎഫ്ഐയോട് വാശി പിടിച്ചിട്ടാണ് 10-20 വീട് പണിയും 100 വീട് പണിയും എന്നൊക്കെ അന്ന് പ്രഖ്യാപിച്ചത്. അതിപ്പോഴും അതിലെങ്ങും എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പം ചിലവുള്ളത് ശരിയാവും, ചിലവുള്ളത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കാൻ ഡിവൈഎഫ്ഐക്ക് പറ്റും, പക്ഷേ യൂത്ത് കോൺഗ്രസിന് ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. CH സെൻറ്ററിനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ പറ്റും. അത് മറ്റ് കോൺഗ്രസിന് പറ്റിക്കൊള്ളണമെന്നില്ല, പറ്റില്ല. അത് കാലം കാണിച്ചു തന്നിട്ടുണ്ട്. പല കാലങ്ങളിലായിട്ട് പല പ്രഖ്യാപനങ്ങളും ഈ പറഞ്ഞതുപോലെ ജലരേഖയായി പോയിട്ടുണ്ട്. അപ്പോൾ ചിലർക്കത് പറ്റും, പറ്റുന്നവരത് ചെയ്യട്ടെ എന്ന് വെക്കുക എന്നുള്ളതല്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, ജി സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിലാവരുത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് തൽക്കാലം പറയാനുള്ളത്. ഡിവൈഎഫ്ഐയും സേവാഭാരതിയും CH സെൻറ്ററും പെന്തക്കോസ്ത് സഭയും തുടങ്ങി നിരവധി രാഷ്ട്രീയ സാമുദായിക സംഘടനകളാണ് എല്ലാ ദിവസവും സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ഭക്ഷണ വിതരണം നടത്തുന്നത്. ജാതി മത വർണ്ണ വർഗ ചിന്തകൾക്ക് അതീതമായി 50,000-ലധികം മനുഷ്യർക്ക് ദിനം പ്രതി വിശപ്പകറ്റുന്ന ഇത്തരം ശ്രമങ്ങളെ നമ്മൾ പിന്തുണച്ചേ മതിയാകൂ. ഉറവ് പറ്റാത്ത സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായാണ് ഇത്തരം ഭക്ഷണ വിതരണങ്ങളെ കാണേണ്ടത്. ഓണമെന്നോ ക്രിസ്മസ് എന്നോ പെരുന്നാളെന്നോ പ്രളയമെന്നോ കോവിഡെന്നോ നോക്കാതെ ആശുപത്രികളിൽ എല്ലാ ദിവസവും ഒരു ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്. എന്നാൽ മെഡിക്കൽ കോളേജുകളിൽ നടത്തുന്ന ഭക്ഷണ വിതരണത്തെ അപഹസിച്ച ജി സുധാകരൻ്റെ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോർ വിതരണം 500 ദിവസം പിന്നിട്ടപ്പോഴും 1000 ദിവസം പിന്നിട്ടപ്പോഴും അഭിനന്ദിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ജി സുധാകരനാണ് കടുത്ത വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പരിഹാസ്യം. മനുഷ്യത്വപരമായതും മഹത്തായതുമായ പദ്ധതി എന്നാണ് അന്ന് ജി സുധാകരൻ ഈ ഭക്ഷണ വിതരണത്തെ വിശേഷിപ്പിച്ചത്. രോഗികൾക്കും അവരുടെ ആശ്രിതർക്കും ഭക്ഷണം നൽകുന്ന ശ്രമങ്ങളെ അപഹസിക്കുന്ന നിലപാട് ജി സുധാകരൻ തന്നെ തിരുത്തും എന്ന് പ്രതീക്ഷിക്കാം. അതിന് KC വേണുഗോപാൽ അടക്കമുള്ളവർ കൂട്ടുനിൽക്കാതിരിക്കട്ടെ എന്ന് തൽക്കാലം നമുക്ക് ആശിക്കാം.